ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഗ്ലോബൽ പവർ ഗെയിം പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഹോർമുസ് പ്രതിസന്ധി മുതൽ റഷ്യയുടെ പുതിയ മിലിറ്ററി മൂവ്സ് വരെ, പാകിസ്ഥാൻ താലിബാൻ സംഘർഷം മുതൽ ചൈനയുടെ ആർട്ടിക് ട്രേഡ് റൂട്ട് വരെ ഓരോ സംഭവത്തിനും പിന്നിൽ വലിയ ജിയോ പൊളിറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്. ഒരു ഭാഗത്ത് രാജ്യങ്ങൾ സ്വന്തം സെക്യൂരിറ്റി ശക്തമാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പഴയ ട്രേഡ് റൂട്ട്സിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ചേർന്ന് ആർട്ടിക്കിൽ തുറക്കുന്ന പുതിയ ഐസ് സിൽക്ക് റോഡ് പോലുള്ള നീക്കങ്ങൾ. നാളത്തെ ലോകത്തിന്റെ ട്രേഡ് മാപ്പ് എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചനയാണിതൊക്കെ. ഓരോന്നും പരിശോധിക്കാം. വെൽക്കം ടു ലോക. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന നീക്കങ്ങളുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ തന്നെ ഇതൊക്കെ ഒരു പോസ് മാത്രമായി കണ്ട് ഇറാൻ തങ്ങളുടെ അടുത്ത വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല, അയൽരാജ്യമായ കുവൈറ്റിലേക്ക് ഒരു ഗ്രൗണ്ട് റെയ്ഡ് അതായത് കരയുദ്ധത്തിന് വരെ ഇറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഹോർമുസ് കടലിടുക്കിൽ UAEയുടെ എണ്ണക്കപ്പൽ ഇറാൻ സൈന്യമായ IRGC പിടിച്ചെടുത്തതും ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ മുന്നറിയിപ്പ് നൽകിയതും. എന്താണ് യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിൽ സംഭവിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൂൺ മാസത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക ധാരണകളെ വളരെ തന്ത്രപരമായിട്ടാണ് തെഹ്റാൻ ഉപയോഗിച്ചത്. US മുന്നോട്ട് വെച്ച സീസ് ഫയർ സമയം ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി ഇരട്ടിയാക്കാൻ പ്രയോജനപ്പെടുത്തി. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഹുസൈൻ മൊഹദ്ബി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഈ വെടിനിർത്തൽ കാലയളവ് ഞങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി. ഞങ്ങളുടെ മിസൈൽ ഉൽപാദനം വേഗത്തിലാക്കി, കൃത്യത കൂട്ടി, ശേഷി വർദ്ധിപ്പിച്ചുവെന്ന്. അതായത് അമേരിക്കയും ഇസ്രായേലും ആഗോള സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സമയം കണ്ടെത്തിയപ്പോൾ ഇറാൻ അവരുടെ അടുത്ത വൻ ആക്രമണത്തിന് വേണ്ടി ആയുധങ്ങളും ഡ്രോണുകളും ഒക്കെ റെഡിയാക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന വിവരം കുവൈറ്റിന് നേരെയുള്ള ഭീഷണി തന്നെയാണ്. ഇറാൻ അവരുടെ അലൈഡ് ഗ്രൂപ്പുകളുമായി ചേർന്ന് ഒരു സർപ്രൈസ് അറ്റാക്കിന് പ്ലാൻ ചെയ്യുന്നുവെന്നാണ് അറബ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഇതിൽ ഇറാന്റെ ഓപ്ഷനുകളിൽ ഒന്ന് കുവൈറ്റിലേക്ക് ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുന്നതാണ്. ദക്ഷിണ ഇറാഖ് വഴി അല്ലെങ്കിൽ ബോട്ട് മാർഗം കുവൈറ്റ് അതിർത്തിക്കുള്ളിൽ കടന്ന് സൈനിക നീക്കം നടത്തുക, പെർഷ്യൻ ഗൾഫിലെ കടലിനടിയിലുള്ള ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ഇറാന്റെ അജണ്ട. കുവൈറ്റ് ഇതിനകം തന്നെ കടുത്ത ജാഗ്രതയിലാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് കുവൈറ്റ് ദ്വീപിൽ വാടകയ്ക്കെടുത്ത ബോട്ടുമായി എത്തിയ 6 IRGC ഉദ്യോഗസ്ഥരെ കുവൈറ്റ് സുരക്ഷാ സേന പിടികൂടിയിരുന്നു. അതിനാൽ ഈ ഗ്രൗണ്ട് റെയ്ഡ് ഭീഷണി കുവൈറ്റ് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിനിടയിലാണ് കടലിൽ പുതിയൊരു ഫ്രണ്ട് തുറക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇറാൻ വീണ്ടും തങ്ങളുടെ ആധിപത്യം തെളിയിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ UAEയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലുകൾക്ക്, അതായത് അഡ്നോക് വെസൽസിന് നേരെ ഡ്രോൺ ആക്രമണവും കപ്പൽ പിടിച്ചെടുക്കൽ നീക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് കേവലം ഒരു കപ്പൽ പിടിച്ചെടുക്കൽ മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേരെ ഇറാൻ നടത്തുന്ന വൻ സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമാണ്. ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക തോൽവി സമ്മതിക്കുന്നത് വരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നാണ്. ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്ന് തെഹ്റാൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ അമേരിക്ക ഇതെല്ലാം നോക്കിക്കാണുകയാണോ? തീർച്ചയായും അല്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനെ പൂർണ്ണമായി തോൽപ്പിച്ച ശേഷം ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കൻ ടെറിട്ടറിയായി പ്രഖ്യാപിക്കുമെന്നാണ്. എണ്ണക്കപ്പലുകളെ തൊട്ടാൽ ഇറാന്റെ എനർജി പ്ലാന്റുകളും എണ്ണ കിണറുകളും തവിട് പൊടിയാക്കുമെന്നും ട്രംപ് താക്കീത് നൽകിയിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ പ്രോജക്ട് ഫ്രീഡം എന്ന പേരിൽ ദൗത്യം ആരംഭിച്ചുവെങ്കിലും അവിടെയും ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വില്ലനായിട്ട് മാറുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു വൻ സ്ഫോടനത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ ആയുധശേഖരം കൂട്ടി കുവൈറ്റിലും മറ്റ് ഗൾഫ് മേഖലകളിലും യുദ്ധം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. അമേരിക്കയും ഇസ്രായേലും തിരിച്ചടിക്കാൻ നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ എണ്ണവില വർധനവ് മുതൽ വൻ നയതന്ത്ര പ്രതിസന്ധികൾ വരെ ഉണ്ടായേക്കാം. ഗ്ലോബൽ ഡിഫൻസ് രംഗത്ത് ഇന്ത്യക്ക് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു വമ്പൻ വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നത്. 1968 ശേഷം, അതായത് ഏകദേശം 50-ലധികം വർഷമായിട്ട് നിലനിൽക്കുന്ന കടുത്ത നിയമങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇനി വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വിദേശ രാജ്യങ്ങളിലെ ഷിപ്പ്യാർഡുകളിൽ നിർമ്മിക്കുക എന്നത് ഇത്രയും കാലം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു.
എന്നാൽ ഓഗസ്റ്റ് 13-ന് ട്രംപ് ഒപ്പുവെച്ച പുതിയ നാഷണൽ സെക്യൂരിറ്റി പ്രസിഡൻഷ്യൽ മെമ്മോറണ്ടം പ്രകാരം ഈ തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, LNT, മെസഗോൺ ഡോക്ക് തുടങ്ങിയ വമ്പൻ കേന്ദ്രങ്ങൾക്ക് തുറന്നു നൽകുന്നത് കോടികളുടെ അവസരമാണ്. എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ കാരണം? ഇന്ത്യക്ക് ഇതിന്റെ യഥാർത്ഥ നേട്ടം എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് അറിയാം. 1968 മുതൽ അമേരിക്കൻ നിയമത്തിൽ ഒരു പ്രധാന റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക നിയമമുണ്ടായിരുന്നു, 10 US കോഡ് 8679. ഇതനുസരിച്ച് US നേവിയുടെ ഒരു യുദ്ധക്കപ്പലോ അല്ലെങ്കിൽ അതിന്റെ പ്രധാന ഭാഗങ്ങളോ അമേരിക്കൻ മണ്ണിലല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിർമ്മിക്കാൻ പാടില്ല. ഫോറിൻ കൺസ്ട്രക്ഷൻ അനുവദിക്കണമെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗ്രൗണ്ട്സിൽ പ്രത്യേക പ്രസിഡൻഷ്യൽ വെയ്വർ വേണമായിരുന്നു. അതായത് ദേശീയ സുരക്ഷ മുന്നിൽ നിർത്തി പ്രസിഡന്റിന് മാത്രം ഈ നിയമത്തിൽ ഇളവ് നൽകാൻ അധികാരമുണ്ട്. ഇപ്പോൾ ട്രംപ് ഭരണകൂടം ആ ഒരു ഇളവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അമേരിക്ക പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് കാരണം വളരെ സിമ്പിളാണ്. അമേരിക്കയുടെ ഷിപ്പ്യാർഡുകളിൽ ഇപ്പോൾ കടുത്ത തൊഴിൽ ക്ഷാമവും പ്രൊഡക്ഷൻ ഡിലേയും ഒക്കെ ഉണ്ട്. അതേസമയം ചൈന കപ്പലുകളുടെ നിർമ്മാണം വൻതോതിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഇതിനെ മറികടക്കാൻ ഫോറിൻ ഷിപ്പ്യാർഡുകളുടെ സഹായം ആവശ്യമാണ് എന്ന് US തിരിച്ചറിഞ്ഞു. പക്ഷേ ഇത് വെറുതെ വിദേശ രാജ്യങ്ങൾക്ക് ഓർഡർ കൊടുക്കുക എന്നത് മാത്രമല്ല. ഇതിനെ ഫിൻലൻഡ് മോഡൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന്റെ പ്രധാന നിബന്ധനകളൊന്ന് നോക്കാം. തിരഞ്ഞെടുക്കപ്പെട്ട ഫോറിൻ ഷിപ്പ്യാർഡിന് അവരുടെ രാജ്യത്ത് വെച്ച് 2 കപ്പലുകൾ വരെ നിർമ്മിക്കാം. 3ാമത്തെ കപ്പൽ മുതൽ നിർമ്മാണം US-ലേക്ക് മാറ്റണം. അതിനായിട്ട് ഈ വിദേശ കമ്പനി അമേരിക്കയിൽ പുതിയ ഷിപ്പ്യാർഡ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികൾ വാങ്ങുകയോ വേണം. പിന്നെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ്. എന്ന് വെച്ചാൽ വിദേശ കമ്പനികൾ തങ്ങളുടെ ടെക്നോളജി അമേരിക്കയ്ക്ക് കൈമാറുകയും അമേരിക്കൻ തൊഴിലാളികൾക്ക് ട്രെയിനിങ് നൽകുകയും വേണം. അതായത് സാങ്കേതിക വിദ്യയും തങ്ങളുടെ നിർമ്മാണ ശേഷിയും വർദ്ധിപ്പിച്ച് US നേവിയെ വേഗത്തിൽ ശക്തിപ്പെടുത്താനാണ് ട്രംപിന്റെ പ്ലാൻ. ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യക്ക് ഇതിന്റെ പ്രയോജനം എങ്ങനെ ലഭിക്കുമെന്ന് നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ഇന്ത്യയിലെ മുൻനിര ഷിപ്പ്യാർഡുകളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSL, മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് MDL, LNT എന്നിവ അമേരിക്കയുമായി മാസ്റ്റർ ഷിപ്പ് റിപ്പയർ എഗ്രിമെന്റ് MSRA ഒപ്പുവെച്ചിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ നേവിയുടെ നോൺ കോമ്പാക്ട്, അതായത് സഹായ കപ്പലുകൾ തകരാറിലായാൽ അത് റിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണ്. ഇത്രയും കാലം നമ്മൾ റിപ്പയറിംഗ് വർക്ക്സ് മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ പുതിയ ഓർഡർ വരുന്നതോടെ അമേരിക്കൻ സപ്പോർട്ട് ഷിപ്പുകൾ, ടാങ്കറുകൾ, ഫ്രിഗേറ്റുകൾ എന്നിവ നേരിട്ട് നിർമ്മിക്കാനുള്ള ടെൻഡറുകളിൽ ഇന്ത്യക്ക് പങ്കെടുക്കാം. ഇത് ഇന്ത്യൻ ഡിഫൻസ് കയറ്റുമതിയിൽ ചരിത്രപരമായ ഒരു കുതിച്ചുചാട്ടമായിരിക്കും. എന്നാൽ കാര്യങ്ങൾ കേൾക്കുന്നത്ര പറയുന്നത്ര ഈസി അല്ല. ഇതിന് ചില പ്രധാന വെല്ലുവിളികളുമുണ്ട്. ഒന്നാമതായിട്ട് അമേരിക്കയ്ക്കുള്ളിലെ എതിർപ്പാണ്. ഷിപ്പ് ബിൽഡേഴ്സ് കൗൺസിൽ ഓഫ് അമേരിക്ക ഇതിനകം തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കൻ ജോലി സാധ്യതകൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസിലും കടുത്ത എതിർപ്പുണ്ട്. ഇനി രണ്ടാമത്തേത് കർശന നിബന്ധനകളുണ്ട്. അതായത് US-ൽ വലിയ തുക നിക്ഷേപിച്ച് ഷിപ്പ്യാർഡുകൾ തുറക്കുക എന്നത് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് വൻ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തേത് ഹൈടെക് വാർഷിപ്സ് ആണ്. അതായത് ഏറ്റവും പുതിയ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളോ യുദ്ധവിമാന വാഹിനികളോ ഇന്ത്യക്ക് ഉടൻ നിർമ്മിക്കാൻ കിട്ടില്ല. പ്രാഥമികമായി ടാങ്കറുകൾ, സപ്ലൈ ഷിപ്പുകൾ എന്നിവയിലായിരിക്കും അവസരങ്ങൾ. എന്തു തന്നെയായാലും ചൈനയുടെ സമുദ്രശക്തി വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയാക്കി അമേരിക്ക മാറ്റുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. നിർമ്മാണത്തിൽ മാത്രമല്ല, ആഗോള പ്രതിരോധ നയതന്ത്രത്തിലും ഇന്ത്യയുടെ പദവി വർദ്ധിക്കുകയാണ്. അന്താരാഷ്ട്ര പ്രതിരോധ നയതന്ത്രത്തിലും ആയുധ വിപണിയിലും വൻ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ ആയുധ നിർമ്മാണ മേഖല തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കടുത്ത നീക്കങ്ങൾ നടത്തുന്ന വിവരങ്ങൾ പുറത്തുവന്നു. എന്നാൽ സുഡാനുമായിട്ട് അവർ ഒപ്പിടാനിരുന്ന $1.5 ബില്യൺ, അതായത് ഏകദേശം 12,500 കോടിയിലധികം രൂപയുടെ വൻ ആയുധ കരാർ സൗദി അറേബ്യയുടെ ഇടപെടലോടെ ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സൗദി സാമ്പത്തിക പിന്തുണ പിൻവലിക്കുകയും കരാർ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടെ പാകിസ്ഥാന്റെ ആഗോള ആയുധ സ്വപ്നങ്ങൾക്കാണ് വൻ പ്രഹരമേറ്റിരിക്കുന്നത്. ഈ ആയുധ ഇടപാടിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? ബലോചിസ്ഥാനിൽ ഇത് ഉയർത്തുന്ന പുതിയ ഭീതി എന്താണ്? നോക്കാം. പാകിസ്ഥാൻ മിലിറ്ററി തങ്ങളുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി ദൗത്യത്തിനാണ് സുഡാനുമായിട്ട് തയ്യാറെടുത്തത്. സുഡാൻ സൈന്യവും, അതായത് SAF-ഉം പാരാമിലിറ്ററി വിഭാഗമായ RSF-ഉം തമ്മിൽ നടക്കുന്ന രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് ആയുധങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പദ്ധതി.
ഈ ഇടപാടിൽ ഉൾപ്പെട്ടിരുന്ന ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ JF-17 തണ്ടർ പോർ വിമാനങ്ങൾ, പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്ന മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളാണിവ. ഇനി K-8 കാരക്കോറം വിമാനങ്ങൾ, ട്രെയിനിങ്ങിനും ലൈറ്റ് അറ്റാക്കിനും ഉപയോഗിക്കുന്ന ആധുനിക വിമാനങ്ങൾ. ഇനി ഡ്രോൺ വ്യൂഹമുണ്ട്. ഷാപാഡ് 2 ആംഡ് ഡ്രോണുകളും 200-ലധികം യായ-3 കാമിക്കാസെ അഥവാ സൂയിസൈഡ് ഡ്രോണുകളും. ആംഡ് വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. ഹെവി ഇൻഡസ്ട്രീസ് ടെക്സ്റ്റൈൽ ഹിറ്റ് നിർമ്മിച്ച മുഹാഫിസ് 5 കവചിത വാഹനങ്ങൾ ഇതിനകം തന്നെ ഇതിന്റെ ആദ്യ ബാച്ച് സുഡാനീസ് മിലിറ്ററി പരേഡിൽ പ്രത്യക്ഷപ്പെട്ടതായി വിവരമുണ്ട്. ഒരു വൻ പാക്കേജ് വഴി ആഗോള ആയുധ വിപണിയിൽ ചുവടുറപ്പിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ അവസാന നിമിഷം കളിയാകെ മാറി. ഈ കരാറിന് പണം മുടക്കാമെന്ന് ആദ്യം സമ്മതിച്ചിരുന്ന സൗദി അറേബ്യ തങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. റിയാദിന്റെ ഈ ഒരു നിലപാടോടെ $1.5 ബില്യൺ ഈ കരാർ പാകിസ്ഥാന് മരവിപ്പിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് സൗദി പെട്ടെന്ന് ഈ ഒരു ഫണ്ടിംഗ് പിൻവലിച്ചു? ഒന്നാമതായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ്. ആഫ്രിക്കൻ മേഖലയിലെ പരോക്ഷ യുദ്ധങ്ങളിൽ, പ്രോക്സി വാറുകളിൽ പങ്കാളികളാകരുത് എന്ന് പാശ്ചാത്യ ശക്തികൾ സൗദിയോട് ഉപദേശിച്ചു. രണ്ടാമത് ഇറാൻ ഫാക്ടർ. സുഡാനീസ് സൈന്യത്തിലെ ചില മുതിർന്ന ജനറൽമാർ ഇറാന് അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയത് റിയാദിന് കടുത്ത അമർഷമുണ്ടാക്കി. മൂന്നാമത് ആഗോള നയതന്ത്രം. UAE-യും സൗദിയും സുഡാനിലെ വെവ്വേറെ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന ആരോപണങ്ങൾക്കിടയിൽ കൂടുതൽ നയതന്ത്ര സങ്കീർണതകൾ ഒഴിവാക്കാൻ റിയാദ് തീരുമാനിച്ചു. ഈ ഒരു ആയുധ ഇടപാടിൽ മറ്റൊരു പ്രധാന വശം കൂടിയുണ്ട്. ബലൂചിസ്ഥാന്റെ ഭീതിയാണ്. പാകിസ്ഥാനിലെ ബലൂച്ച് മനുഷ്യാവകാശ പ്രവർത്തകരും സ്വാതന്ത്ര്യ സംഘടനകളും ഈ ആയുധ കച്ചവടത്തെ വൻ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ആയുധങ്ങൾ വിറ്റ് ലഭിക്കുന്ന തുകയും സാങ്കേതിക വിദ്യയും പാക് സൈന്യം തങ്ങളുടെ സ്വന്തം മണ്ണിലെ ബലൂച്ച് ജനതയ്ക്കെതിരായ അടിച്ചമർത്തലുകൾക്കായിട്ട് ഉപയോഗിക്കുമെന്നതാണ് അവരുടെ ഭയം. സുഡാനിലെ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിന് ആയുധങ്ങൾ നൽകി അവിടെയും വൻ മാനുഷിക ദുരന്തത്തിന് പാകിസ്ഥാൻ വഴിയൊരുക്കുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നിരുന്നു. ഈ സംഭവ വികാസം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ് എന്ന് വെച്ചാൽ, പാകിസ്ഥാന്റെ പ്രതിരോധ നയതന്ത്രം ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത് എന്നാണ്. സ്വന്തമായിട്ട് പോർ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ നിർമ്മിച്ചു നൽകാൻ ശേഷിയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും സൗദിയോ UAE-യോ ഒക്കെ സാമ്പത്തികമായിട്ടുള്ള ഗ്യാരണ്ടി നൽകിയില്ലെങ്കിൽ പാകിസ്ഥാന് കരാറുകൾ പൂർത്തിയാക്കാൻ കഴിയില്ല. സൗദിയുമായിട്ടുള്ള ഡിഫൻസ് പാക്ട് ശക്തമാണെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ റിയാദിന്റെ വീറ്റോ പവറിന് മുന്നിൽ പാകിസ്ഥാന് മുട്ടുമടക്കേണ്ടി വന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ ശക്തമായ ഒരു സാന്നിധ്യമാകാൻ ശ്രമിച്ച പാകിസ്ഥാൻ മിലിറ്ററി മെഷീന് സൗദി അറേബ്യയുടെ ഈ ഒരു നിലപാട് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഒരു വശത്ത് സാമ്പത്തിക തകർച്ചയും മറുവശത്ത് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള സാഹസിക നീക്കങ്ങൾ എത്രത്തോളം വിജയകരമാകും എന്നത് ചോദ്യചിഹ്നമായി തുടരുകയാണ്. ആഗോള യുദ്ധഭൂപടത്തെയും സമുദ്ര സുരക്ഷയും ഒരുപോലെ ഉലയ്ക്കുന്ന ഒരു വമ്പൻ റഷ്യൻ പ്രതിരോധ നീക്കത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യൻ നാവികസേന തങ്ങളുടെ ഏറ്റവും നിഗൂഢവും വിനാശകാരിയുമായിട്ടുള്ള 10,000 ടൺ ന്യൂക്ലിയർ കരുത്തുള്ള ഖബറോവ്സ്ക് പ്രോജക്ട് 09851 എന്ന സബ്മറൈന്റെ കടൽ പരീക്ഷണങ്ങൾ സീ ട്രയൽസ് ആരംഭിച്ചിരിക്കുകയാണ്. വെറും ഒരു സാധാരണ സബ്മറൈൻ അല്ല ഇത്. ഡൂംസ് ഡേ ഡ്രോൺ, ലോകാവസാനത്തിന്റെ ആയുധമെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന റഷ്യയുടെ പോസിഡോൺ ന്യൂക്ലിയർ ഡ്രോണുകളെ വഹിക്കാൻ പ്രത്യേകമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പ്രൊഡക്ഷൻ സബ്മറൈനാണിത്. അമേരിക്കയുടെയും നേറ്റോയുടെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഈ കടലിനടിയിലെ ആയുധ സമുച്ചയത്തെക്കുറിച്ച് ലോകം എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. 2014 സെവറോഡ്വിൻസ്കിലെ സെവ്മാഷ് ഷിപ്പ്യാർഡിൽ നിർമ്മാണം ആരംഭിച്ച ഈ സബ്മറൈൻ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ അതിന്റെ ആദ്യഘട്ട ഫാക്ടറി സീ ട്രയലുകൾക്കായിട്ട് സമുദ്രത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ സബ്മറൈന്റെ പ്രധാന പ്രത്യേകതകൾ പരിശോധിച്ചാൽ, ഒന്നാമത്തേത് ആദ്യം തന്നെ വലിപ്പവും ശേഷിയും നോക്കാം. ഏകദേശം 10,000 ടൺ ഭാരവും 113 മുതൽ 140 മീറ്റർ വരെ നീളവും ഉള്ളതാണ് ഈ ന്യൂക്ലിയർ സബ്മറൈൻ. ഇനി സ്പീഡ്, വേഗത, സ്റ്റെൽത്ത്, നിശബ്ദത. 200 മെഗാവാട്ട് ന്യൂക്ലിയർ റിയാക്ടറും പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നതിനാൽ കടലിനടിയിലൂടെ അത്യധികം നിശബ്ദമായിട്ട് 30 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഡിസൈൻ മാറ്റമുണ്ട് ഇതിന്. മുൻപ് നിർമ്മിച്ച ബെൽഗോറോഡ് സബ്മറൈൻ പഴയ ഡിസൈൻ മാറ്റി നിർമ്മിച്ചതാണെങ്കിൽ ഖബറോവ്സ്ക് പൂർണ്ണമായും പോസിഡോൺ ഡ്രോണുകൾ വിക്ഷേപിക്കാൻ മാത്രം ആദ്യം മുതലേ ഡിസൈൻ ചെയ്ത ഒന്നാണ്. ഇതിൽ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം 6 വലിയ പോസിഡോൺ ട്യൂബുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ യഥാർത്ഥ വില്ലനായ പോസിഡോൺ സൂപ്പർ ടോർപിഡോയെ കുറിച്ച് പരിശോധിക്കാം.
സാധാ ടോർപിഡോകളിൽ നിന്നും തന്ത്രപരമായ മിസൈലുകളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായൊരു കടലിനടിയിലെ യുദ്ധ ഉപകരണമാണിത്. ഒന്നാമതായിട്ട് 20 മുതൽ 24 മീറ്റർ വരെ നീളമുള്ള ഇതിൽ ചെറിയൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ട്. അതുകൊണ്ട് ഇതിന് 10,000 കിലോമീറ്ററിലധികം ദൂരം ഇന്റർകോണ്ടിനെന്റൽ റേഞ്ചാണ് കടലിനടിയിലൂടെ സഞ്ചരിക്കാം. ഇനി ആഴവും റേഡാർ വെട്ടിക്കലും നോക്കുമ്പോൾ സമുദ്രത്തിൽ ഏകദേശം 1000 മീറ്റർ വരെ ആഴത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതിനാൽ നേറ്റോയുടെയോ അമേരിക്കയുടെയോ ഒരു ടോർപിഡോ ഡിഫൻസ് സിസ്റ്റത്തിനും ഇതിനെ കണ്ടെത്താനോ തടുക്കാനോ സാധിക്കില്ല. ഇനി റേഡിയോ ആക്റ്റീവ് സുനാമി എന്ന് പറയണം. ഇതൊരു ശത്രു രാജ്യത്തിന്റെ തീരപ്രദേശത്ത് എത്തുമ്പോൾ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്നത് ഒരു വൻ റേഡിയോ ആക്റ്റീവ് സുനാമിയാണ്. ഇത് വൻതോതിൽ തീരദേശ നഗരങ്ങളെയും നേവൽ ബേസുകളെയും വർഷങ്ങളോളം ജീവിക്കാൻ കഴിയാത്ത വിധം നശിപ്പിക്കും. അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് നിന്ന് വരുന്ന മിസൈലുകളെ ലക്ഷ്യമിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ റഷ്യ ഈ പരമ്പരാഗത രീതി ഒഴിവാക്കി കടലിന്റെ അടിത്തട്ടിലൂടെ ആക്രമണം നടത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ വികസിപ്പിച്ചിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിൽ വലിയൊരു മാറ്റം വരുത്തുകയാണെന്ന് ഇതോടെ വ്യക്തമാകുന്നു. പരീക്ഷണങ്ങൾക്ക് ശേഷം ഖബറോവ്സ്ക് സബ്മറൈൻ റഷ്യയുടെ പസഫിക് ഫ്ലീറ്റിൽ ചേർന്ന് കാംചാത്ക ഉപദ്വീപിൽ നിലയുറപ്പിക്കുമെന്നാണ് വിവരം. അതായത് പസഫിക് സമുദ്രത്തിലൂടെ അമേരിക്കയുടെ പശ്ചിമ തീരങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഇത് മാറും. എന്നിരുന്നാലും പാശ്ചാത്യ മിലിറ്ററി വിദഗ്ധർ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട കാലതാമസമാണ് ഒന്നാമത്തെ സംശയം. 2014 ആരംഭിച്ച ഈ പദ്ധതി 15 വർഷത്തോളം വൈകിയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇനി നിർമ്മാണത്തിന്റെ ചെലവിനെ കുറിച്ചും സംശയങ്ങളുണ്ട്. റഷ്യൻ സാമ്പത്തിക മേഖലയ്ക്കും പ്രതിരോധ ബജറ്റിനും പോസിഡോൺ നിര തുടർച്ചയായി നിർമ്മിക്കുന്നത് വലിയ ഭാരമാണ്. ഇനി PR അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗാൻഡ എന്നുള്ള ഒരു കാര്യമാണ്. റഷ്യ തങ്ങളുടെ സൈനിക മേധാവിത്വം കാണിക്കാനായി നടത്തുന്ന ഒരു പ്രചാരണ തന്ത്രമാണോ ഇതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും സബ്മറൈന്റെ കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചതോടെ അമേരിക്കൻ പെന്റഗൺ ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത ആയുധ മത്സരങ്ങൾക്ക് അപ്പുറത്തേക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക്, അതായത് മാരിടൈം ന്യൂക്ലിയർ ഡിറ്ററൻസിലേക്ക് വ്യാപിപ്പിക്കുകയാണ് റഷ്യ ഇതിലൂടെ ചെയ്യുന്നത്. 10,000 ടൺ ഖബറോവ് സബ്മറൈനും അതിന്റെ കൂടെയുള്ള പോസിഡോൺ ഡ്രോണുകളും കടലിലെ പവർ ബാലൻസ് പാടെ മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ളവയാണ്. ഗ്ലോബൽ പൊളിറ്റിക്സിലും ഡിഫൻസ് സെക്ടറിലും പാകിസ്ഥാനെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് തള്ളിവിടുന്ന ഒരു വമ്പൻ തിരിച്ചടിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനിൽ തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ് എന്നും താലിബാൻ ഭീകരർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കുകയാണ് എന്നും ഇസ്ലാമാബാദ് ആവർത്തിച്ച് ആരോപിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ നടത്തിയ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് താലിബാൻ വക്താവ് സബിഹുല്ല മുജാഹിദ് തിരിച്ചടിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സുരക്ഷാ വീഴ്ചകൾക്ക് അഫ്ഗാനിസ്ഥാനെ കുറ്റം പറയരുത്. നിങ്ങളുടെ ആഭ്യന്തര ഭീകരവാദ പ്രശ്നം നിങ്ങളുടെ വീട്ടിലെ തന്നെ തീർക്കണം എന്നാണ് താലിബാൻ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്ത് പാകിസ്ഥാൻ താലോലിച്ച് വളർത്തിയ താലിബാനാണ് ഇന്ന് പാകിസ്ഥാന്റെ ആഗോള നിലപാടുകളെ പാടെ നിഷേധിച്ച് മുഖത്തടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ വാഗ്വാദങ്ങൾക്ക് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അതിർത്തി യുദ്ധവും ഏറ്റവും പുതിയ സങ്കീർണതകളും നമുക്കൊന്ന് നോക്കാം. സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലടക്കം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരായ ഭീകരവാദ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരീഹി താലിബാൻ പാകിസ്ഥാൻ അടക്കമുള്ള ഗ്രൂപ്പുകൾ അഫ്ഗാൻ മണ്ണ് ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നുവെന്നാണ് ഇസ്ലാമാബാദ് വാദിക്കുന്നത്. എന്നാൽ ഇതിനോട് താലിബാൻ വ്യക്തവും കടുപ്പമേറിയതുമായ നിലപാടാണ് സ്വീകരിച്ചത്. അഫ്ഗാൻ മണ്ണ് സുരക്ഷിതമാണ്, അതായത് ഒന്നാമത്തെ കാര്യമാണ്. മറ്റൊരു രാജ്യത്തിനെതിരെയും അഫ്ഗാനിസ്ഥാൻ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന കരാർ തങ്ങൾ പാലിക്കുന്നുണ്ട്. അടുത്തത് വർഷങ്ങളായിട്ടുള്ള പാക് സുരക്ഷാ തകർച്ചയാണ്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന ഇൻസെക്യൂരിറ്റിയും ബോംബ് ആക്രമണങ്ങളും പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്വന്തം പരാജയമാണ്. അതിന് താലിബാൻ ഭരണത്തിന് യാതൊരു ബന്ധവുമില്ല. അടുത്തത് ആരോപണങ്ങൾ അടച്ച് നിഷേധിച്ചു എന്നുള്ളതാണ്. ആഗോള വേദികളിൽ അഫ്ഗാനിസ്ഥാനെ മോശക്കാരാക്കി സ്വന്തം രാജ്യത്തെ ഭീകരവാദ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് വെറുമൊരു പ്രസ്താവന പോരല്ല, മറിച്ച് അതിർത്തിയിൽ ബോംബുകൾ വർഷിക്കുന്ന യഥാർത്ഥ യുദ്ധ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളായ ബർമൽ, പക്തിക, നങ്കർഹാർ എന്നിവിടങ്ങളിൽ എയർ സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു എന്നും തങ്ങൾ തിരികെ നൽകുന്ന ആക്രമണം അതിരൂക്ഷമായിരിക്കുമെന്നും താലിബാൻ ഡിഫൻസ് മിനിസ്ട്രി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മറുവശത്ത് നോർത്ത് വസീറിസ്ഥാനിലും ബാനുവിലും ഡ്രോണുകളും ക്വാഡ്കോപ്റ്ററുകളും ഉപയോഗിച്ച് 60-ലധികം പോരാളികളെ കൊലപ്പെടുത്തിയതായിട്ട് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെടുന്നു. താലിബാനും പാക് സൈന്യവും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടലിനെ ചില രാജ്യാന്തര മാധ്യമങ്ങളും CFR റിപ്പോർട്ടുകളും ഓപ്പൺ വാർ അഥവാ പരസ്യമായിട്ടുള്ള യുദ്ധമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് താലിബാന് TTP തെരീഖ് താലിബാൻ പാകിസ്ഥാൻ സംഘടനയെ തള്ളിപ്പറയാൻ കഴിയാത്തത് എന്ന് നോക്കുമ്പോൾ ഒന്ന് ഐഡിയോളജിയാണ്.
അഫ്ഗാൻ താലിബാനും പാക് താലിബാനും ഒരേ പ്രത്യയശാസ്ത്രത്തിലും മുൻകാല യുദ്ധ സഖ്യത്തിലും ബന്ധപ്പെട്ടിരിക്കുന്നു. TTPയെ തള്ളി പറഞ്ഞാൽ അവർ ISIS-Kയിലേക്ക് പോകുമോ എന്ന ഭയം താലിബാനുണ്ട്. ഇനി റഷ്യൻ പിന്തുണയ്ക്കായിട്ടുള്ള നീക്കമുണ്ട് ഇവിടെ. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് താലിബാൻ തങ്ങളുടെ മിലിറ്ററി ശക്തിപ്പെടുത്താനായിട്ട് സോവിയറ്റ് കാലത്തെ ആയുധങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റംസും നന്നാക്കാൻ റഷ്യയുടെ സഹായം തേടിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം കൂടിയാണ്. ഇതിനിടെ മറ്റൊരു മാനുഷിക ദുരന്തം കൂടി സംഭവിക്കുന്നുണ്ട്. ഈ സംഘർഷം ശക്തമായതോടെ പാകിസ്ഥാനിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണ് ഇസ്ലാമാബാദ്. ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയും ട്രാൻസിറ്റ് റൂട്ടുകളെയും പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ അതിർത്തികൾ അടയ്ക്കുന്നതോടെ പട്ടിണിയിലാകുന്നത് ഇരുവശത്തുമുള്ള വ്യാപാരികളും സാധാരണക്കാരുമാണ്. ചുരുക്കത്തിൽ മുൻപ് തങ്ങളുടെ തന്ത്രപരമായ ആഴത്തിന് ഒരു സ്ട്രാറ്റജിക് ഡെപ്തിന് വേണ്ടി അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും ഉപയോഗിച്ച് പാകിസ്ഥാന് ഇപ്പോൾ സ്വന്തം തന്ത്രങ്ങൾ തന്നെ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. സുരക്ഷ സ്വന്തമായി നോക്കൂ എന്ന താലിബാന്റെ ഈ ഒരു കടുത്ത ഉപദേശം പാകിസ്ഥാന്റെ പ്രതിരോധ നയങ്ങളുടെ തകർച്ച തന്നെയാണ് തുറന്നു കാണിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധവും ചെങ്കടലിൽ സംഘർഷങ്ങളും പുകയുമ്പോൾ ആഗോള കച്ചവടത്തിന്റെ ട്രേഡിന്റെ ഒരു മാപ്പ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ സംഭവ വികാസമാണ് ആർട്ടിക് സമുദ്രത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഹോർമസ് കടലിടുക്കിലെയും സ്യൂയസ് കനാലിലെയും സുരക്ഷാ ഭീഷണികൾ കാരണം ലോക വാണിജ്യ മേഖല പ്രതിസന്ധിയിലായപ്പോൾ ചൈനയും റഷ്യയും ചേർന്ന് തങ്ങളുടെ വിപ്ലവകരമായ പദ്ധതിയായ ഐസ് സിൽക്ക് റോഡ് ഔദ്യോഗികമായി ചലിപ്പിച്ചു കഴിഞ്ഞു. ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് സാധാരണ ചരക്ക് കപ്പലുകൾ പോകാനായിട്ട് 40-ലധികം ദിവസം വേണമായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഉത്തര ധ്രുവത്തിലെ ആർട്ടിക് മഞ്ഞുപാളികൾക്കിടയിലൂടെ വെറും 15 മുതൽ 18 ദിവസം കൊണ്ട് യൂറോപ്പിലെത്താം. റഷ്യയുടെ ഭീമൻ ന്യൂക്ലിയർ ഐസ് ബ്രേക്കറുകളുടെ സഹായത്തോടെ ചൈനയുടെ സീ ലെജൻഡ് കമ്പനി ഈ റൂട്ടിൽ സ്ഥിരമായ ഷെഡ്യൂൾഡ് സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയെയും നേറ്റോയെയും ഒരുപോലെ ഞെട്ടിച്ച ഈ പുതിയ പോളാർ സിൽക്ക് റോഡിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. സമീപകാലത്തായിട്ട് മിഡിൽ ഈസ്റ്റിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും എണ്ണക്കപ്പലുകൾ പിടിച്ചെടുക്കലും കാരണം ചെങ്കടലും സ്യൂയസ് കനാലും സുരക്ഷിതമല്ലാതായി മാറിക്കഴിഞ്ഞു. ഇതോടെ കപ്പൽ ഗതാഗത ചെലവും ഇൻഷുറൻസ് തുകയും കുത്തനെ കൂടി. ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ചൈനയും റഷ്യയും ചേർന്ന ആർട്ടിക് നോർത്തേൺ സീ റൂട്ട് NSR പ്രയോജനപ്പെടുത്തുന്നത്. ഗ്ലോബൽ വാർമിംഗ് കാരണം ആർട്ടിക് മേഖലയിലെ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങിയത് റഷ്യയും ചൈനയും തന്ത്രപരമായിട്ട് മുതലെടുത്തു അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചേർന്ന് 2017 വിഭാവനം ചെയ്ത പോളാർ സിൽക്ക് റോഡ് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ റൂട്ട് വഴി ചൈനയ്ക്കും റഷ്യയ്ക്കും എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒന്ന്, സമയം പകുതിയായി കുറയും. സ്യൂയസ് കനാൽ വഴിയുള്ള 40 മുതൽ 50 ദിവസത്തെ യാത്രയ്ക്ക് പകരം 15 മുതൽ 18 ദിവസം കൊണ്ട് UK-യിലെ ഫെലിക്സോയിലും ജർമ്മനിയിലെ ഹാംബർഗിലും എത്താം. ഇനി ചെലവും കാർബൺ എമിഷനും കുറയുന്നുണ്ട്. യാത്രയുടെ ദൂരം കുറയുന്നതോടെ ഇന്ധന ചെലവും കാർബൺ എമിഷനും പകുതിയായിട്ട് കുറയും. അതുപോലെ ഹൈടെക് ഉൽപ്പന്നങ്ങൾക്ക് അനുയോജ്യമാണ്. താപനില കുറഞ്ഞ ആർട്ടിക് റൂട്ട് ആയതിനാൽ ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ, ലിഥിയം ബാറ്ററികൾ, സോളാർ പാനലുകൾ എന്നിവ കേടുപാടുകൾ കൂടാതെ വേഗത്തിൽ യൂറോപ്പിൽ എത്തിക്കാം. എന്നാൽ കാര്യങ്ങൾ അത്ര ഈസി അല്ല. വലിയ ചില വെല്ലുവിളികളും ഇതിനു പിന്നിലുണ്ട്. ഒന്ന്, റഷ്യയുടെ കുത്തകയുണ്ട് ഇവിടെ. നോർത്തേൺ സീ റൂട്ടിന്റെ ഭൂരിഭാഗം റഷ്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കുള്ളിലാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യൻ വിഭവങ്ങളും കപ്പലുകളുമായിട്ട് ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നത് നയതന്ത്ര പ്രതിസന്ധികൾ ഉണ്ടാക്കാം. അടുത്തത്, പരിസ്ഥിതിക്ക് നാശമുണ്ടാകാം. ആർട്ടിക് പോലെ ഒരു സങ്കീർണമായ പ്രദേശത്ത് എണ്ണ ചോർച്ചയോ അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ ആഴ്ചകളെടുക്കും. ഇത് സമുദ്ര പരിസ്ഥിതിക്ക് കടുത്ത ഭീഷണിയാണ്. ഇനി സീസണൽ മാത്രമാണ്, അതായത് നിലവിൽ ജൂലൈ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ മാത്രമാണ് മഞ്ഞു കുറഞ്ഞ് കപ്പൽ ഗതാഗതം കൂടുതൽ എളുപ്പമാകുന്നത്. കേവലം ചൈന മാത്രമല്ല, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളും ഈ റൂട്ടിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ ആർട്ടിക് വികസനത്തിലും നോർത്തേൺ സീ റൂട്ടിലും പങ്കാളിയാകാൻ ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും ആഗോള പ്രതിരോധ നയതന്ത്രം കണക്കിലെടുത്ത് ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് ഇതിനെ വീക്ഷിക്കുന്നത്. ഏതായാലും അമേരിക്കയുടെ ആധിപത്യമുള്ള സമുദ്രപാതകളെ വെട്ടിച്ച് ആർട്ടിക് മഞ്ഞിലൂടെ ഒരു പുതിയ സാമ്പത്തിക തന്ത്രം രൂപപ്പെടുത്താൻ റഷ്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, പരമ്പരാഗത ട്രേഡ് റൂട്ടുകളായ സ്യൂയസ് കനാലും ഹോർമുസ് കടലിടുക്കും പ്രതിസന്ധിയിലാകുമ്പോൾ ലോക കച്ചവടത്തിന്റെ പുതിയ കേന്ദ്രമായിട്ട് ആർട്ടിക് സമുദ്രം മാറുകയാണ്. ലോകശക്തികൾ തമ്മിലുള്ള മത്സരങ്ങളും അതിർത്തി തർക്കങ്ങളും ആശങ്ക പരത്തുന്നുണ്ടെങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് തങ്ങളുടെ തന്ത്രപരമായ ആധിപത്യവും സ്വയം പര്യാപ്തതയും തെളിയിക്കാൻ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ ബദൽ സാങ്കേതിക വിദ്യകളും പുത്തൻ വാണിജ്യ പാതകളും മനുഷ്യരാശി കണ്ടെത്തുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗുഡ് നൈറ്റ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.